ബ്രോ സർക്കംവെൻഷൻ പോളിസി എന്താ ഒന്ന് ചുരുക്കി പറയുമോ? സർക്കംവെൻഷൻ പോളിസി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് യൂട്യൂബ് നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാനൽ നിങ്ങളുടേത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എത്രമാത്രം ചാനലുകൾ ഓൾറെഡി യൂട്യൂബിലുണ്ടോ അതെല്ലാം ഡിലീറ്റ് ചെയ്യും. അതുമാത്രമല്ല നിങ്ങൾക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ മറ്റൊരു ചാനൽ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് ആളുകളുടെ ഇങ്ങനെ ഡിലീറ്റ് ആയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇന്നലെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് സർക്കംവെൻഷൻ പോളിസിക്ക് ഒരു റിലാക്സേഷൻ കൊടുത്തിരിക്കുകയാണ് യൂട്യൂബ്. ആരുടെയൊക്കെ ചാനലുകൾ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് ഒരു അവസരം യൂട്യൂബ് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന റൂൾ അനുസരിച്ച് ഒരു വർഷം മുമ്പ് അതായത് ഇന്നിപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇന്നത്തേക്ക് ഒരു വർഷം മുമ്പ് ആരുടെയൊക്കെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ അവർക്ക് അതിനുശേഷം ഇതുവരെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ യൂട്യൂബിൽ പറ്റിയിട്ടുണ്ടാവില്ല, യൂട്യൂബ് സമ്മതിക്കത്തില്ല. അവർക്ക് ഇപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുത്ത് വീണ്ടും യൂട്യൂബിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ഇങ്ങനാവും, ഇന്ന് ആരുടെയും ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ അവർക്ക് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്യാം യൂട്യൂബിലേക്ക്.